യുടെ സഹായം ലഭിച്ചെന്ന് ബി.ജെ.പി. ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. CPM സഹായം തേടിയതായി SDPI തുറന്നു പറഞ്ഞിട്ടുണ്ട്. LDF-ൽ ഘടകകക്ഷിയായി SDPI വന്നാൽ അത്ഭുതപ്പെടാനില്ലെന്നും എം.ടി. രമേശ് പറഞ്ഞു. അതേസമയം UDF നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണെന്നും ലീഗിനെ മുൻനിർത്തി മതമൗലികവാദികൾ UDF-നെ ഹൈജാക്ക് ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വ്യാപകമായി SDPയുടെ സഹായം CPM-നുണ്ടായിരുന്നു. LDF-ന്റെ സഹായത്തോടുകൂടി ജയിച്ചു വന്നിട്ടുള്ള ധാരാളം SDPക്കാരുണ്ട്. ചില സ്ഥലത്ത് പരസ്യമാണ്, ചില സ്ഥലത്ത് രഹസ്യമാണ്. SDPI നേതാക്കന്മാർ തന്നെ ഈ പ്രാവശ്യം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് CPM അവരോട് സഹായം ചോദിച്ചിരുന്നു എന്ന്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സഹായം ആവശ്യപ്പെട്ടിരുന്നു എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ SDPയെ ഒരു ഘടകകക്ഷിയായി CPM കൂടെ കൂട്ടിയാൽ LDF-നെ ഒരു ഘടകകക്ഷിയായി SDPയെ ചേർത്താൽ അതുപോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. വീണ്ടും ഇടവേള. കേരളത്തിൽ ആദ്യമായി പാൽപ്പൊടി ചേർക്കാതെ ഫ്രഷ് മിൽക്കും മിൽക്ക് പ്രോഡക്ട്സും നാടുണരുന്നു എളനാടിനൊപ്പം. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ അതിന്റെ ഗുണനിലവാരം ഉറപ്പുള്ള കമ്പനികൾ വെറും വാറന്റി അല്ല, ഗ്യാരണ്ടിയാണ് നൽകുന്നത്. ഓക്സിറൂഫ് നമുക്ക് നൽകുന്നത് 15 വർഷത്തെ ഗ്യാരണ്ടിയാണ്. ഓക്സിറൂഫ് കാട്ടയ്ക്ക് നിൽക്കും കാലങ്ങളോളം. ഭാരതത്തിന്റെ ഹൃദയഭൂവിലൂടെ തടാകങ്ങളുടെ നഗരമാണ് ഭോപ്പാൽ. വിനോദ